നോക്കൂ, ഇതാണ് ഈ 2019 ഡിസംബറിൽ നൽകിയതാണ്. ഈ 4.5 വർഷക്കാലം ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി റിപ്പോർട്ട് പുറത്തേക്ക് വരാതിരുന്നു എന്നുള്ളതിനുള്ള കൃത്യമായ ചോദ്യവും ഉത്തരങ്ങളൊക്കെ ഈ റിപ്പോർട്ടിനകത്തുണ്ട്. അത്രയും പുരുഷാധിപത്യമുള്ള ഒരു മേഖല, സ്ത്രീകൾക്ക് തുറന്ന് സംസാരിക്കാൻ, സ്ത്രീകൾക്ക് പരാതി പറഞ്ഞാൽ പോലും അവസരം നിഷേധിക്കപ്പെടുന്ന ഒരു മേഖല. എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തു വന്നില്ല എന്നുള്ളതിൽ ഇനി ഒരു അത്ഭുതവുമില്ല അസ്രഫിൻ. തീർച്ചയായും ആര്യ, അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. നമ്മളിപ്പോൾ ഏതായാലും ഈ റിപ്പോർട്ട് പുറത്തു വന്ന മിനിറ്റുകൾ മാത്രമേ ആകുന്നുള്ളൂ. അപ്പോഴാണ് ഇത്തരത്തിൽ കേൾവിയിൽ നമുക്ക് നമ്മുടെ പൊതുസമൂഹത്തിന് മുൻപിൽ ഉണ്ടായിരുന്ന പല കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഈ സിനിമാ മേഖലയിൽ ലൈംഗിക ചൂഷണം, അതോടൊപ്പം കാസ്റ്റിംഗ് കൗച്ച് അടക്കമുള്ള കാര്യങ്ങൾ, ഈ സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ അടക്കമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവരെ ഈ ഗുരുതരമായി അവർക്ക് പലപ്പോഴും ഈ സിനിമാ സെറ്റുകളിൽ അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ, അതെല്ലാമാണ് ഇത്തരത്തിൽ വിശദമായി അക്കമിട്ട് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. അപ്പോൾ ഇനി ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇത്രയും നാൾ ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പോൾ മാർഷൽ വി സെബാസ്റ്റ്യൻ, നമ്മുടെ റീജിയണൽ ബ്യൂറോ ചീഫ് കൂടി ചേരുന്നുണ്ട്. മാർഷേട്ടാ, ഇപ്പോൾ അകത്ത് പോയി ഇപ്പോൾ ഈ റിപ്പോർട്ട് ആദ്യം ഘട്ടത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ഈ ആദ്യം കുറച്ച് വിവരങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്നുള്ളൂ. എങ്കിലും മാർഷേട്ടാ, ഇപ്പോൾ ഈ വായിച്ചതും വെച്ച് മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് മലയാള സിനിമാ മേഖലയിൽ 1 മുതൽ ഏകദേശം 30ഓളം വിഭാഗങ്ങളിലായി സ്ത്രീകൾ പ്രവർത്തിക്കുന്നുവെന്നാണ് റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുള്ളത്. ആ റിപ്പോർട്ടുകളിൽ എല്ലാവരും തന്നെ, അതായത് ആക്ട്രസ് മുതൽ അക്കാഡമിഷ്യൻ വരെയുള്ള 30 വിഭാഗങ്ങളിലാണ് മലയാള സിനിമയിൽ സ്ത്രീകളുള്ളത്. ആ മേഖലകളിലെല്ലാം തന്നെ അവർക്ക് കടുത്ത പീഡനം അനുഭവപ്പെടുന്നുണ്ട്, അവർക്ക് തൊഴിൽ സുരക്ഷ ഉണ്ടാകുന്നില്ല എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം റിപ്പോർട്ടിലുണ്ട്. എന്ന് മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ ഒരു സിനിമയിൽ അവർക്ക് മുഖം കാണിക്കണമെങ്കിലോ നല്ല മെച്ചപ്പെട്ട വേഷം വേണമെങ്കിലോ നിരവധി ചൂഷണങ്ങൾക്ക് വിധേയരാകപ്പെടേണ്ടതുണ്ട്. എന്നാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത്, ഇത്തരം ചൂഷണങ്ങളും പരാതികളും എല്ലാം ഉണ്ടെന്ന് പറയുമ്പോൾ അത് ആരാണ് ചെയ്യുന്നതെന്നോ, ഏതൊക്കെ താരങ്ങളാണെന്നോ, ഏത് തരത്തിലുള്ള ഇടപെടലുകളാണെന്നോ എന്നുള്ള ഭാഗം പൂർണ്ണമായും നീക്കിയിരിക്കുകയാണ്. അത്തരം മൊഴികളെല്ലാം തന്നെ മാറ്റിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിത് ആർക്കെതിരെയുള്ള ആരോപണങ്ങളാണെന്ന് പറയാൻ പറ്റില്ല. എങ്കിൽ തന്നെയും കടുത്ത ചൂഷണം ഈ മേഖലയിൽ നിലനിൽക്കുന്നുവെന്ന് താഴെത്തട്ടിലുള്ള നടികൾ മുതൽ അക്കാഡമിഷ്യൻ വരെയുള്ള മലയാള സിനിമാ മേഖലയിൽ സ്ത്രീ സാന്നിധ്യം എവിടെയെല്ലാം ഉണ്ടോ അവിടെയുള്ള മിക്കവരുടെയും അഭിപ്രായങ്ങൾ ഒരേ രീതിയിൽ തന്നെയാണ് വരുന്നത്. അതോടൊപ്പം തന്നെ തൊഴിലിടത്ത് വേണ്ടത്ര സാഹചര്യങ്ങൾ, സൗകര്യങ്ങൾ ഒന്നും തന്നെ ഒരുക്കിയിട്ടില്ല എന്നുള്ള വിമർശനമുണ്ട്. ഇതിൽ ഓരോ പേജുകളിലും, അതായത് 233 പേജുകളിൽ ആദ്യത്തെ 12 പേജുകളിൽ എന്തുകൊണ്ടാണ് ടേംസ് ഓഫ് റെഫറൻസ് വെച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഒരു അന്വേഷണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറായത് എന്നുള്ള വിശദീകരണമാണുള്ളത്. അതിൽ തന്നെ പറയുന്നുണ്ട്, മലയാള സിനിമാ മേഖലയിൽ നിൽക്കുന്ന കൊടിയ ചൂഷണങ്ങൾ അവസാനിപ്പിക്കുക, പ്രത്യേകിച്ച് വനിതകളുടെ അവസരങ്ങൾ നിഷേധിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും അവർക്ക് പ്രതിഫലം നിശ്ചയിക്കുന്നുള്ള കാര്യങ്ങളിലും എല്ലാം തന്നെയുള്ള ചൂഷണം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അതനുസരിച്ച് ഈ റിപ്പോർട്ടിന്റെ മേലുള്ള നടപടി വേണമെന്ന് ഹേമ കമ്മിറ്റി പറയുന്നു. എങ്കിലും നമ്മൾ ഓർക്കുക, 2019 ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെച്ചിട്ടുള്ളത്. സർക്കാർ ഇത് പുറത്തുവിടണമെന്ന് പറഞ്ഞിട്ടുള്ള സർക്കാർ തന്നെ കഴിഞ്ഞ ഇത്രയും വർഷം, അതായത് 5 വർഷമായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി, ഒരു ഭാഗം കൂടി ഇപ്പോൾ വരികയാണ്. അതൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഒരു നടനെതിരെ ഒരു നടി പരാതി നൽകി. തൊട്ടടുത്ത ദിവസം ഷൂട്ടിങ്ങിൽ ആ നടനും നടിയും തന്നെയായിരുന്നു അഭിനയിക്കേണ്ടത്. ഭാര്യയും ഭർത്താവുമായി കെട്ടിപ്പിടിക്കുന്ന രംഗമുണ്ടായിരുന്നു. സ്വാഭാവികമായും ഇത്തരമൊരു ചൂഷണം അല്ലെങ്കിൽ ഇത്തരമൊരു മോശം അനുഭവം നേരിട്ടത് കൊണ്ട് ആ നടിക്ക് കംഫർട്ടബിൾ ആയിരുന്നില്ല ആ സീൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ 17 റീടേക്ക് എടുക്കേണ്ടി വന്നു. ഒരൊറ്റ ഷോട്ട് എടുക്കാൻ 17 റീടേക്ക് വേണ്ടി വന്നു. അതിൽ ആ സമയത്ത് അത്രയധികം പ്രയാസപ്പെട്ട് ആ രംഗം അഭിനയിച്ചു കഴിഞ്ഞതിന് ശേഷം ആ നടിയെ ആ ഡയറക്ടർ എത്രത്തോളം വഴക്ക് പറഞ്ഞു, ആ സിനിമാ സെറ്റിലുള്ള എല്ലാവർക്കും മുന്നിൽ വെച്ച് ആ നടിയെ എത്രത്തോളം വഴക്ക് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. 147ാമത്തെ പോയിന്റാണ്. അതായത് ഈ പരാതി നൽകിയ നടിയോട് ആർക്കെതിരെയാണോ പരാതി നൽകിയത് ആ പരാതി നൽകിയ നടനെതിരെ നടനൊപ്പം ഭാര്യയും ഭർത്താവുമായി അഭിനയിക്കുകയാണ്. തൊട്ടടുത്ത ദിവസമാണ്. എന്നിട്ട് റീടേക്ക് എടുക്കേണ്ടി വന്നു. കാരണം അത്രയും അൺകംഫർട്ടബിൾ ആണ് ആ നടി. പക്ഷെ അതിന് ആ മുഴുവൻ സെറ്റിന്റെ മുന്നിൽ വെച്ച് ആ നടിയെ അത്രമേൽ അധിക്ഷേപിക്കുകയാണ് ആ സിനിമയുടെ സംവിധായകൻ ചെയ്തതെന്ന് പറയുന്നത്. ഒരു അനുഭവം പേരില്ലാതെ ഈ ഹേമ കമ്മിറ്റിയിൽ എഴുതിയിട്ടുള്ളതാണ്. ഇതേ സമാനമായ ഒരു സമീപനം ഒരു പുരുഷന് നേരെ ഉണ്ടാകുമോ എന്ന് കൂടി ചോദിച്ചാണ് ആ പാരഗ്രാഫ് അവസാനിപ്പിക്കുന്നത്.